ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ ദൈവസ്നേഹം നാം അനുഭവിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, അവരുടെ മക്കളെ സ്നേഹിക്കാൻ സാധിക്കും. അവരുടെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹത്തോടെ കാണാനും പരിപാലിക്കാനും സഹായിക്കാനും സാധിക്കും. ഇന്ന് രാത്രിയിൽ നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട്? നിങ്ങൾ ഒത്തിരി സ്നേഹം ഉണ്ട് എങ്കിലും അത് മറച്ചു പിടിക്കുന്നുണ്ടോ? മറ്റാരെയും ആ സ്നേഹം കാണിക്കാതെ അത് ഉള്ളിൽ തന്നെ ഒതുക്കുന്നുണ്ടോ? ഇന്ന് കർത്താവായ ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എത്ര സ്നേഹമുണ്ട് എന്ന് നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ കർത്താവ് ഇന്ന് കൃപ തരട്ടെ. ഈ രാത്രിയിൽ മറ്റെല്ലാത്തിനേക്കാളിലും ഉപരിയായത് സ്നേഹമാണ്. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്. നമ്മളുടെ കുറവുകളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കില്ലാത്തത് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നാം ഒന്ന് മറന്നു പോകുന്നത്, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം അത് കൂട്ടാൻ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ പോലെ എൻ്റെ ഹൃദയത്തിലും ദൈവസ്നേഹം കൊണ്ട് നിറയണം എന്ന് നമ്മിൽ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? കൂടുതൽ ദൈവസ്നേഹത്തിനു വേണ്ടി, കൂടുതൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? നാം സ്നേഹിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹമില്ലേ? അതുപോലെ നമ്മുടെ കൂടെയുള്ളവരും സ്നേഹിക്കപ്പെടാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ നമ്മെ തന്നെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും നമ്മുടെ കൂടപ്പിറപ്പുകളെ, അയൽവാസികളെ, കൂടെയുള്ളവരെ, മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒരു വിശാലമായ ഹൃദയം ദൈവത്തോട് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറവുള്ളത് നിങ്ങൾ ചോദിക്കുക, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. ഇന്ന് നാം ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ജോലി സ്ഥലത്ത് പല വ്യക്തികളുടെ കൂടെ ആയിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം സ്നേഹമാണ്. എല്ലാവരെയും സ്നേഹത്തോടെ നോക്കുക, എല്ലാവരെയും സ്നേഹത്തോടെ സഹായിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. എന്നാൽ അത് ലോകത്തിൻ്റെ തെറ്റായ സ്നേഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാം നേടിയെടുക്കാനുള്ള സ്നേഹമല്ല ഞാൻ പറയുന്നത്. കൊടുക്കാനുള്ള സ്നേഹം, നഷ്ടപ്പെടുത്താനുള്ള സ്നേഹം, ആ സ്നേഹം നമുക്കിന്ന് ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനം. ബാക്കിയെല്ലാം ഇന്ന് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. സഹോദരി സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നതും സ്നേഹം തന്നെയാണ്. അതിനാൽ ഈ സ്നേഹം നമ്മിൽ കുറവുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ, കർത്താവേ, എൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി കൃപ തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ അനേകം നന്മകൾ ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അനേകം പേരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അത്ഭുതങ്ങളും രോഗശാന്തിയും നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സമാധാനപരമായ ഉറക്കത്തിനും ഞങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നതിനും വേണ്ടിയാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ സ്നേഹമാണ് പരമപ്രധാനം. അതിനാൽ നീ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചതുപോലെ, പാപികളായിരുന്നിട്ടും ഇത്രമാത്രം ഞങ്ങളെ നീ സ്നേഹിച്ചത്, നന്ദിഹീനരായിരുന്നിട്ടും ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിച്ചു. അവിശ്വസ്തരായിരുന്നിട്ടും കർത്താവേ, ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹം ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഇവയെല്ലാം കർത്താവേ, നിന്റെ സ്നേഹം അത്യന്താപേക്ഷിതമാണ്. എന്തെന്നാൽ എല്ലാവരും സ്നേഹിക്കപ്പെടാനായി ആണ് ആഗ്രഹിക്കുന്നത്. അതേറ്റവും ഞങ്ങളുടെ മക്കൾക്ക് സ്നേഹം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് സ്നേഹം നൽകാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്നേഹം നൽകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ജീവിതത്തിൽ ഒത്തിരി അധ്വാനിക്കുന്നു, ഒത്തിരി നേടുന്നു, ഒത്തിരി അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ സ്നേഹരാഹിത്യമുണ്ട്. എൻ്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ, കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ ആവശ്യമായ സ്നേഹം എന്നിലില്ല. കർത്താവേ, എൻ്റെ ഹൃദയം സ്നേഹശൂന്യം. അതിനാൽ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവേ, ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സ്നേഹം നിന്നിൽ മാത്രമേ ഉള്ളൂ. ദൈവമേ, ആ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, ശരീരത്തെ, അന്തരാത്മാവിനെ, ഇന്ദ്രിയങ്ങളെ നീ നിറയ്ക്കണമേ. അങ്ങനെ നിന്റെ വചനം ഞങ്ങളിൽ അന്വർത്ഥമാകാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കണം. കർത്താവായ ദൈവമേ, നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. എൻ്റെ രക്ഷകനും നാഥനുമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നു. കർത്താവായ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു.
പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ അവനെ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഞങ്ങളെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയാണ്. അവനിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ സൗജന്യമായി കർത്താവ് നൽകിയിരിക്കുന്നു. അതിനാൽ പിതാവായ ദൈവമേ, അങ്ങ് നൽകിയ അനന്തമായ രക്ഷ അനുഭവിച്ച് അറിയാൻ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. സ്നേഹരാഹിത്യത്തിൻ്റെ കുറവുകളിൽ നിന്ന് ഉള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ ജനനം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾക്ക് ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് സ്നേഹമാണ്. നിർമ്മലമായ സ്നേഹം നിനക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ രാത്രിയിൽ സർവ്വതും മറന്ന് നിന്റെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഞങ്ങൾ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്, എന്നാൽ നീ അതെല്ലാം അറിയുന്നു. എന്നാൽ ഏറ്റവും ആവശ്യമായത് നിന്റെ സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവർ ഒരു സ്വർഗീയ അനുഭൂതിയിൽ ആകാൻ ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹം എന്നിൽ തഴച്ചു വളരുന്നതിന് നീ ഇടയാക്കണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും കരുണ കാണിക്കാൻ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, സാധിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാം മറന്ന് ഉറങ്ങുവാൻ നീ സഹായിക്കണമേ. ഈ രാത്രിയിൽ നീ നൽകുന്ന അനന്തമായ സ്നേഹം കാരണം ഞങ്ങളെ വേദനിപ്പിച്ചവരോടെല്ലാം ക്ഷമിക്കുന്നതിനും അവരെ കരുണയോടെ വീക്ഷിക്കുന്നതിനും കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ, ഭവനത്തിലെ പ്രത്യേക ചടങ്ങുകളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലായിടവും ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹം നുകരുവാൻ, എല്ലാവരും നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ഒപ്പം ഭയം കൂടാതെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്നരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം സ്നേഹരാഹിത്യമാണ്. അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിലധികം സ്നേഹം നൽകി ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിറകിന് പോകാതെ, കർത്താവേ, വഞ്ചനയിലും ചതിവിലും പെടുന്ന സ്നേഹപ്രകടനങ്ങൾക്ക് പിറകെ പോകാതെ യഥാർത്ഥ ദൈവിക സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഇന്നുമെന്നും ഞങ്ങളെ പരിപാലിച്ചിരിക്കുന്നു, ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു. ഇനിയും നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആഴപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ എല്ലാറ്റിലും ഉപരി എൻ്റെ ദൈവമേ, നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലുള്ള ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് അവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവികമായ സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുന്നതിനും ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നതിനും അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ഹൃദയമുറിവുകളെ സുഖപ്പെടുത്തി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കുള്ള സകലതിനെയും ഈ രാത്രിയിൽ കർത്താവ് സംരക്ഷിക്കട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ നാം ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന സാധിക്കുന്നവർക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.